എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് മാഷിനെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അതായത് ഇവിടെ എന്താ 2500 8 10 4 1 ചേർന്നാൽ 25 100 8 10 4 1 ചേർന്നുള്ള നമ്പർ ഏതാണ്? അതുപോലെ 4000 3 10 4000 3 10 ചേർന്നുള്ള നമ്പർ ഏതാണ്? ഇങ്ങനെ കുറച്ച് നമ്പറുകൾ നമ്മൾ അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് കണ്ടാൽ ഉത്തരം എഴുതാം? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തായിരിക്കും ഉത്തരം എഴുതാൻ ട്രിക്ക് എന്താണ്? അതാണ് മാഷ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഗീവ് അവേ കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന ഓരോ വീഡിയോയും നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഒരു 5 ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ഗീവ് അവേ ഫോം എന്നുള്ള ഓറഞ്ച് കളറിലെ ഫോം കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് സ്ക്രീൻഷോട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ എക്സാമിന് തലേന്നൊക്കെ ലൈവ് ഉണ്ടായിരിക്കും. അതിലൊരു വിന്നറിൽ പിന്നെ എക്സാം കഴിയുന്ന ദിവസം വേറൊരു വിന്നറിൽ അങ്ങനെ 2 വിന്നർ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട എക്സാമിന്റെ ഫ്രീ ആയിട്ടുള്ള നോട്ടുകളും മെറ്റീരിയൽസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലാസ് 4 LSS നോട്ട്സ് പറഞ്ഞിട്ട് ഉള്ള ഗ്രൂപ്പ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിലെ നോട്ടുകൾ കിട്ടുന്ന ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ എക്സാമിന്റെ നോട്ടുകളും മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ലിങ്കുകളും ഒക്കെ നമ്മൾ ഇതുവഴി ആയിരിക്കും അയച്ചു തരുന്നതായിരിക്കാം. അപ്പൊ എന്തായാലും ഇതിന് ഉത്തരം ചെയ്യാനുള്ള പെട്ടെന്ന് ട്രിക്ക് മാഷ് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. 25 100കൾ 2500 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 100 എന്ന് വെച്ചാൽ ഏതാ നമ്പർ? ഇതാണ് 100 അല്ലെ. അത് 2 0 ഉണ്ട്. 2 0 നമ്പറാണ് 100 അല്ലെ. അപ്പൊ 2 0 നമ്പറാണ് 100. 2500 എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും വരിക? സിമ്പിൾ ആണ്. 2 0 നമ്പറാണല്ലോ 100. 25 100കളാണല്ലോ പറഞ്ഞത്. 100 എന്ന് വെച്ചാൽ 2 0 നമ്പർ ആണല്ലോ. അപ്പൊ 25 100കൾ പറഞ്ഞു കഴിഞ്ഞാല് അത് എത്ര വരികയെന്ന് വെച്ചാൽ 25ന്റെ ബാക്കിൽ 2 0 ഇട്ട് കൊടുക്കുക. ഇതാണ് 25 100കൾ പറഞ്ഞാൽ വരിക. 2500 എന്നാ പറഞ്ഞത്, 25 100കൾ എന്നാ പറഞ്ഞത്. 100ത്തെ 0 2 0, ആ 2 0 25ന്റെ ബാക്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതായിരിക്കും 2500s. 25 100കൾ എന്ന് പറഞ്ഞാൽ ഉള്ള നമ്പർ ഇതാണ്. അതിന്റെ കൂടെ എന്താണ്? 8 10 8 10കളും ഉണ്ട്. 10 വെച്ച നമ്പർ ഏതാ? ഇതാണ് 10 അല്ലേ. ഒരു 0 നമ്പറാണ് 10. അപ്പൊ 8 10s എന്ന് പറഞ്ഞാൽ എന്താ വരിക എന്നറിയോ? ഇതാണല്ലോ നമ്മൾ 8. ഇതാണല്ലോ നമ്മൾ 8. 8 എന്തെന്നാ പറഞ്ഞത്? 10s എന്നാ പറഞ്ഞത്. 10 എത്ര 0? ഒരു 0 ആണ്. അപ്പൊ 8 10s എന്ന് വെച്ചാൽ ഇതാണ് വരിക. ഇതെന്താണ്? 80 അല്ലെ. ഇതിലേക്ക് ലാസ്റ്റ് 4 1s എന്ന് പറയുന്നുണ്ട്. 1 എന്ന് വെച്ചാൽ നമ്പർ ഏതാ? ഇതാണ് 1 അല്ലെ. 1ൽ 0 ഉണ്ടോ? ഇല്ല. അപ്പൊ 4 1s എന്ന് പറഞ്ഞാല് ഒരു 0 കൊടുക്കാതെ ആ നമ്പർ മാത്രം എഴുതുക. 4 1 4 ഒന്നുകൾ എന്ന് വെച്ചാൽ എന്താ വരിക എന്നറിയോ? 4 തന്നെയാണ് വരിക. സെറ്റ്. എന്നിട്ട് ഇതിന് എല്ലാത്തിനും കൂടി ഇങ്ങനെ പിറകിലോട്ട് ആക്കിയിട്ട് ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ കാർഡുകളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനത്തിന്റെ ഉള്ളിൽ എഴുതാണ്ട് പറയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആക്കിയാൽ മതി. കണ്ടോ, ഈ ട്രയാങ്കിൾ ഷേപ്പ്, ഈ ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ താഴെ വരുന്നത്. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് അങ്ങനെ എന്താ ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താണെന്ന് ചോദിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താ വരിക? 2500ലോട്ട് 80 കൂട്ടിയാല് 2580. അതിലോട്ട് 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാല് 2584. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഉത്തരം എന്താണ്? ഇപ്പൊ 0യും 0യും 4ഉം കൂട്ടിയാല് 4, 0യും 8ഉം കൂട്ടിയാല് 8, 5 നേരെ താഴോട്ട് ഇറക്കി എഴുതുക. 2 നേരെ താഴോട്ട് ഇറക്കി എഴുതുക. 2 ഇറക്കി എഴുതി 2584 കിട്ടും. ഇതാണ് അതിന്റെ ഉത്തരം. ശരി. അപ്പൊ അങ്ങനെ ഇതുപോലെ ഇതിന്റെ ഉത്തരം വരിക നേരത്തെ ചെയ്ത് അതേപോലെ ഇവിടെ 4000 എന്നാ പറഞ്ഞത്, 4000 എന്നാ പറഞ്ഞത്. 1000 എത്ര 0? 3 0. അപ്പൊ 4000 4000 എന്ന് പറഞ്ഞാല് 4 ബാക്ക് 4000 4000 എന്നാ പറഞ്ഞത്. 1000 എത്ര 0? 3 0. 4 ബാക്കിലെ 3 0 കൊടുക്കുക. 4000 എന്ന് വെച്ചാൽ 4000 വരിക. 4000 നമുക്ക് പറഞ്ഞത്. 4000 എന്ന് വെച്ചാൽ എന്താ? 4000 എന്നാ പറഞ്ഞത്. 4000 എന്ന് വെച്ചാൽ എന്താ? 1000 3 0 ആണ്. ആ 3 0 4 ബാക്കിൽ കൊടുക്കുക. അതുപോലെ 3 10s 3 10കൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 10 എന്താണ്? ഇതാണ് 10. 10 എത്ര 0? ഒരു 0 ആണ് 10നുള്ളത് അല്ലെ. അപ്പൊ 3 10s 3 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3ന്റെ ബാക്കില് ഒരു 0 കൊടുക്കുക. ഇതായിരിക്കും 3 10s. 3 10s എന്താ? 30 അല്ലെ. 3 10കള് 30. അപ്പൊ 4000 30 ചേർന്നാൽ എന്താ വരിക? ഇത് ബാക്കിലോട്ട് ആക്കി ചെയ്ത ഇത് ബാക്കിലോട്ട് ആക്കി ചെയ്ത ഇതെല്ലാം കൊണ്ട് കൂട്ടുക. 4000 30 കൂട്ടിയാൽ എന്താ? കൂട്ടി കഴിഞ്ഞാല് 0 0 കൂട്ടിയാല് 0 0 3ഉം കൂട്ടിക്കഴിഞ്ഞാല് 3 0 നേരെ താഴെ ആരുമില്ല. 0 ഇറക്കിയത 4 നേരെ താഴെ ആരുമില്ല. 4 ഇറക്കിയത 4030 ആട്ടോ വരിക. സിമ്പിൾ. അപ്പൊ 4030 കൂട്ടിക്കഴിഞ്ഞാല് 4030 ഇത്രേ ഉള്ളൂ. 4030 കണ്ടോ? 4030 സിമ്പിൾ. 4000 3 10s
4000 എന്ന് വെച്ചാൽ 4000, 3 tens എന്ന് വെച്ചാൽ 30, 4000 എന്ന് വെച്ചാൽ 4000, 3 10 വെച്ചാൽ 30, 4000 30 ചേർത്താൽ 4030 ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ഏത് നമ്പറാണ് തന്നത് അതിന് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കുക, അതിന്റെ ബാക്ക് ഇട്ട് കൊടുത്താൽ മതി. 4000 ആണെങ്കിൽ 4 ബാക്ക് 1000 3 പൂജ്യം ആണ്, ആ 3 വിളിപ്പിട്ട് കൊടുത്തു അവിടെ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് കിട്ടുന്ന ആ എല്ലാ നമ്പറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഇതും കൂടെ ചേർത്താലുള്ളത്. അല്ലെങ്കിൽ കൂടെ ആ നമ്പറുകളൊക്കെ ഏഡ് ചെയ്താലുള്ള ഉത്തരം കേട്ടോ. സിമ്പിൾ ഇത്രേ ഉള്ളൂ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയൊക്കെ എങ്ങനെയാണ് എഴുതുന്നത് കൃത്യമായിട്ട് മനസ്സിലായി. ഇതുപോലെ കൂടുതൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് മാഷിന്റെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എക്സാമിന് ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് വീണ്ടും വരും. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. മറക്കേണ്ട, നിങ്ങൾക്ക് നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് 4 ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ വീഡിയോസ് കിട്ടും കേട്ടോ. തൽക്കാലം മാഷിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.